ഇതാണിപ്പോ അയാള് വലിയ കച്ചവടം ചെയ്ത രീതി ഇപ്പൊ നമുക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഉസാരി ഇമാം 5 വിഭാഗം 5 കുറ്റങ്ങളെ കൊണ്ട് നരകത്ത് കിടക്കും എന്ന് പറഞ്ഞാല് അന്ന് ഒന്ന് ഉലമാവും ആലിമീങ്ങളും നരകത്ത് കിടക്കും. എന്തുകൊണ്ട്? ബിൽ ഹസദി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഹസദോണ്ട് കിടക്കും. ഇത് ഉസാരി ഇമാം ഇപ്പോഴത്തെ കാലം കണ്ടു പറഞ്ഞല്ല, ഇതിന് എത്രയോ മുമ്പ് ആണ് ഉസാരി ഇമാം പറഞ്ഞത്. ആലിമീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ ഒരു മഅസിയത്ത് ഹസദ, കണ്ണുകടി എന്നൊരു ഞങ്ങളുടെ ഭയമാണ്. എൻ്റെ കണ്ണിന് തീരെ പറ്റൂല, മറ്റേ ആൾക്കൊരു നിഅമത്ത് അല്ലാഹു തആല കൊടുത്തു. ഇപ്പൊ ലോകത്താകെ നടക്കണ ഇതാണ് രോഗം തന്നെ. ഒരാൾക്ക് അള്ളാഹു വല്ല നിഅമത്തും കൊടുത്താൽ അതിൽ ഒരു സമാധാനമില്ല, അത് നീങ്ങിപ്പോണമെന്നാണ് ആഗ്രഹം. അതാണ് ഉലമാ നരകത്ത് കിടക്കാൻ കാരണം ഹസദാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ സംസാരിച്ചത് പൊന്മുള ഉസ്താദാണ്. ഇത് സംസാരിച്ചത് മർക്കസ് നോളജ് സിറ്റിയിൽ മീലാദ് പരിപാടി ഉണ്ടായിരുന്നു. അമ്പിച്ച പരിപാടിയാണ്. ആ പരിപാടി നടക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം അസദിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അതാരാണ്, എന്താണ് എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും പണ്ഡിതന്മാരുടെ ഇടയിൽ ഹസദാണ്. ആർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അത് കണ്ണുകടിയാണ് എന്നാണ് പറഞ്ഞത്. അസദ് നല്ലതല്ല, എല്ലാ മേഖലയിലും അസദുള്ളതാണ്. ബിസിനസ് മേഖല ആകട്ടെ, ജോലി മേഖല ആകട്ടെ, അതുപോലെ പഠിത്തത്തിന്റെ സന്ദർഭങ്ങളിലും ഒരാൾ കൂടുതൽ മാർക്ക് എടുക്കുമ്പോൾ ഹസദ് ഉണ്ടാകുന്നത്, ഇതൊന്നും പാടുള്ളതല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നരകത്തിൽ കടക്കുന്നത് എന്ന് പോലും അദ്ദേഹം പറയുന്നു. ശരിയാണ്, ഹസദ് വെച്ചവർ ആരും സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഉറപ്പായും പണ്ഡിതന്മാരാണ് ഇതിനെല്ലാം കാരണം. പിന്നെ സാധാരണക്കാരുടെ ഹസദിനേക്കാൾ ഒരു കടുപ്പമുള്ളതാണ് പണ്ഡിതന്മാരുടെ ഹസദ് എന്ന് പറയുന്നത്. അവരല്ലേ നമുക്കെല്ലാം പറഞ്ഞു തരേണ്ടത്. എല്ലാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും, അത് ഹസദ് വെക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഇതെല്ലാം പറഞ്ഞു തരേണ്ടവർ തന്നെ ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞത്. പിന്നൊരു സന്ദർഭത്തിൽ പൊന്മുള ഉസ്താദ് പറഞ്ഞത് ബർത്ത്ഡേ പറ്റിയാണ്. അത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട, ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമാ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക് ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറഞ്ഞില്ല. ബഹുമാനമുള്ളവരെ, ഇവിടെ ബർത്ത്ഡേ ക്രിസ്ത്യന്മാരുടെ പരിപാടിയാണ്. അവരാണ് ബർത്ത്ഡേ കഴിക്കുന്നത്. മുസ്ലിമീങ്ങൾ കഴിക്കാറില്ല എന്നാണ് പറയുന്നത്, കഴിക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾ ബർത്ത്ഡേ കഴിക്കരുത്. ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, എന്തിനാണ്, എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർത്ത്ഡേ കഴിക്കുന്നു. ജന്മദിനം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും എല്ലാം, അത് കഴിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും റോഡ് തടസ്സങ്ങളും ഭക്ഷണ വേസ്റ്റാക്കലും, ഇതെല്ലാം ഈ കാര്യത്തിന് നബിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതൊരു നബിയെ ഇഷ്ടപ്പെട്ട് ഒരു വാർഷിക കഴിക്കേണ്ട ആവശ്യം ഇവിടെ കാണുന്നില്ല. കാരണം
നമ്മൾ എല്ലാ ദിവസവും എല്ലാ ക്ഷണത്തിലും അള്ളാഹുവിനെ ഓർക്കേണ്ടതും അതുപോലെ മുത്തുനബിയെ ഓർക്കേണ്ടതുമാണ്. അതിനൊരു വാർഷിക എന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള ഒരു കാര്യം അത് ഉണ്ടാക്കിയതാണ്. കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഇത് എല്ലാം ഈ നല്ല രീതിയിൽ കഴിക്കാനും അതുപോലെ ആ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നതും ഒരുപാട് റോഡ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോ അതിന്റെ ശേഷമുള്ള സഹാബാക്കളുടെ കാലത്തോ അതല്ലെങ്കിൽ ആയിഷ ബീവി കഴിച്ചതായിട്ടോ ആരും എവിടെയും കാണാനില്ല. ഇത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴും ഈ നബിയുടെ കാര്യം വരുമ്പോഴാണ് എല്ലാവരും വിമർശിക്കുന്നത്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞത് മൊത്തത്തിൽ ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല എന്നാണ്. നബിയുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഇദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്, നബിയെ ഒരു ദിവസം നമ്മൾ അതിൻ്റെ ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞ് ആഘോഷിച്ചാൽ പോരെ, എല്ലാ ദിവസവും നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. അത് സ്വലാത്ത് കൊണ്ടാണ്. സ്വലാത്താണ് പറയേണ്ടത്. സ്വലാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുപോലെ ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സാധാരണക്കാർക്കാണ് ഇതിൽ കൂടുതൽ ഒരു ചാൻസ് ഉള്ളത്. നമ്മുടെ നമസ്കാരം 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ദിക്റുകളും അതുപോലെ സ്വലാത്തുകളും പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇതിനൊരു വാർഷിക ഒന്നുമില്ല. പിന്നെ സാധാരണക്കാർക്ക് ഇതിന്റെ വാർഷികത്തിന് മീലാദിന് സമയം കിട്ടാറും വളരെ കുറവാണ്. ഇപ്പോൾ നോളജ് സിറ്റിയിൽ നിങ്ങൾക്ക് ആൾക്കാർ കൂടിയെന്നൊക്കെ എല്ലാം തലപ്പോകാറാണ്. അത് അവിടെ പഠിക്കുന്നവരും അതിന് മുമ്പ് പഠിച്ചവരും എല്ലാം. അതുപോലെ സാധാരണക്കാർക്ക് സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിൻ്റെ കൂലി കരസ്ഥമാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ എല്ലാ സമയത്തും ഓർത്തുകൊണ്ടേയിരിക്കാം. പിന്നെ സ്വലാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത് തന്നെയാണ് മീലാദ്. അതിനേക്കാൾ വലിയ മീലാദ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.